കോട്ടയം ജനറൽ ആശുപത്രിയിൽ ഇ-ഹെൽത്ത് സംവിധാനം പരീക്ഷണ ഓട്ടം നടന്നു. ജനറൽ ആശുപത്രിയിലെ ക്യാഷ് കൗണ്ടറിന് സമീപം രാവിലെ 9 മുതൽ വൈകിട്ട് 4 വരെ 2 കൗണ്ടറുകളിലായി പൊതുജനങ്ങൾക്ക് ഇതിന്റെ ഭാഗമായി UHID കാർഡ് എടുക്കുന്നതിനുള്ള സൗകര്യം ഒരുക്കിയിട്ടുണ്ടായിരുന്നു. സർക്കാർ ആശുപത്രികളിൽ ഓൺലൈനായി അപ്പോയിന്റ്മെന്റ് എടുക്കാനും ഏത് ജില്ലയിലുമുള്ള താലൂക്ക് ആശുപത്രി, ജനറൽ ആശുപത്രി, മെഡിക്കൽ കോളേജ് തുടങ്ങിയ സർക്കാർ ആശുപത്രികളിലേക്കുള്ള റെഫറൽ സുഗമമാക്കുന്നതിനും രോഗികളുടെ രേഖകളും വിവരങ്ങളും സൂക്ഷിച്ചു വെക്കാനും നടപ്പാക്കി വരുന്ന സംവിധാനമാണ് ഇ-ഹെൽത്ത്. കോട്ടയം ജില്ലയിൽ മെഡിക്കൽ കോളേജ് ഉൾപ്പെടെയുള്ള 32 ആശുപത്രികളിൽ ഇതിനോടകം ഈ സംവിധാനം നടപ്പാക്കി കഴിഞ്ഞു. ഇ-ഹെൽത്ത് സംവിധാനത്തിൽ ഓരോ വ്യക്തിയുടെയും ആരോഗ്യ വിവരങ്ങൾ ഒരു വ്യക്തിഗത നമ്പറിന്റെ അടിസ്ഥാനത്തിലാണ് ശേഖരിച്ച് സൂക്ഷിക്കുക. കൂടാതെ ജീവിതശൈലി രോഗനിർണയത്തിനുള്ള ശൈലി ആപ്ലിക്കേഷൻ, ക്യാൻസർ നിർണയത്തിനുള്ള ക്യാൻ കോട്ടയം തുടങ്ങിയ സർക്കാർ പദ്ധതികളിൽ പരിശോധനകൾ സുഗമമായി നടത്തുന്നതിനും ഈ നമ്പർ ആവശ്യമാണ്. നിലവിൽ കോട്ടയം ജനറൽ ആശുപത്രിയിലെ ക്യാഷ് കൗണ്ടറിന് സമീപം രാവിലെ 9 മുതൽ വൈകിട്ട് 4 വരെ 2 കൗണ്ടറുകളിലായി പൊതുജനങ്ങൾക്ക് UHID കാർഡ് എടുക്കുന്നതിനുള്ള സൗകര്യം ഒരുക്കിയിട്ടിരുന്നു. പൊതുജനങ്ങൾക്ക് അവരവരുടെ മൊബൈൽ ഫോണിൽ നിന്നും UHID നമ്പർ എടുക്കാവുന്നതാണ്. കോട്ടയം ജനറൽ ആശുപത്രി ഉൾപ്പെടെയുള്ള ഇ-ഹെൽത്ത് സംവിധാനമുള്ള ആശുപത്രികളിൽ വരുമ്പോൾ UHID നമ്പറോ മൊബൈൽ നമ്പറോ പറഞ്ഞുകൊടുത്ത് 10 രൂപ ഫീസ് അടച്ച് കാർഡ് പ്രിന്റ് ചെയ്ത് ലഭിക്കുന്നതുമാണ്. നിലവിൽ കോട്ടയം ജനറൽ ആശുപത്രിയിലെ OP കൗണ്ടറുകളിൽ ഇ-ഹെൽത്തിന്റെ പരീക്ഷണയോട്ടം വിജയകരമായി പൂർത്തീകരിച്ചു. താമസിയാതെ തന്നെ ഡോക്ടർമാരുടെ OPകളും ലാബിലും ഫാർമസിയിലും ഉൾപ്പെടെ ഈ സംവിധാനം നടപ്പാക്കുന്നതോടെ പൂർണ്ണമായും കടലാസ് രഹിത സംവിധാനത്തിലേക്കും ഓൺലൈൻ ബുക്കിംഗ് സംവിധാനത്തിലേക്കും മാറുന്നതാണ്. പിൽക്കാലത്ത് UHID കാർഡ് ഇല്ലാത്തവർക്ക് സർക്കാർ ആശുപത്രികളിലെ സേവനം ലഭ്യമാകാൻ ബുദ്ധിമുട്ട് വന്നേക്കാവുന്നതാണെന്നും അധികൃതർ അറിയിച്ചു. i4 ന്യൂസ്, ഏറ്റുമാനൂർ.